വെൽക്കം ടു എഡ്യു ടീച്ചർ കേരള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന 5th യൂണിറ്റ് ആണ് കേട്ടോ. യെസ്. അപ്പോ ഈ ഒരു പിക്ചർ നോക്കൂ. ഇതിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഫസ്റ്റ് പിക്ചറിൽ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ചാമ്പ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We rarely do come across people who are willing to help others. Such people can change the world with their love and care. Here is an interesting story of a village girl. Let's read and see how her timely action helps someone in need. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാറുണ്ട് അല്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. നമ്മൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുതിരാറുള്ളൂ അല്ലെ. സച്ച് പീപ്പിൾ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അവർക്ക് അവരുടെ ആ ഒരു സ്നേഹവും കരുതലൊക്കെ കൊണ്ട് ഈ ലോകത്തെ തന്നെ അതായത് മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഓക്കെ, പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് വില്ലേജ് ഗേൾ ടൈംലി ആക്ഷൻ ഹെൽപ്പ് സമ്മൺ ഇൻ നീഡ്. എങ്ങനെയാണ് ആ ഒരു വില്ലേജ് ഗേളിന്റെ, ആ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്, ടു ദ സ്വിമ്മിംഗ് പൂൾ. യു സ്വിം ഫ്രീ സ്റ്റൈൽ ആസ്ക്ഡ് രഞ്ജിത്ത്. ഓർ ബാക്ക് സ്ട്രോക്ക് enquired Aman. Or butterfly questioned Ranjit. Or B-stroke, Aman queried. അപ്പോൾ നീ നന്നായിട്ട് സ്വിം ചെയ്യും അല്ലേ എന്ന് ചോദിക്കുക. ഫ്രീ സ്റ്റൈൽ അല്ലെങ്കിൽ ബാക്ക് സ്ട്രോക്ക്. അത് സ്വിമ്മിങ്ങിന്റെ പല രീതികളാണ് കേട്ടോ. ഓർ ബട്ടർഫ്ലൈ ഓർ ബ്രസ്റ്റ് സ്ട്രോക്ക്. No, I don't know any of this. I just swim, replied Radha nervously. അപ്പൊ രാധ എന്താ പറഞ്ഞത്? നോ, ഇതുപോലെയൊന്നും സ്വിം ചെയ്യാൻ എനിക്ക് അറിയില്ല, എനിക്ക് നീന്താൻ അറിയാം, അത്രേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് ഫ്ലോട്ട് or crawl, not swim properly, Ranjit said in a condescending manner. കണ്ടൻസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ. അപ്പൊ നിനക്ക് നീന്താനല്ല, പൊങ്ങിക്കിടക്കാൻ അറിയില്ല അല്ലെ. നിനക്ക് പൊങ്ങിക്കിടക്കാനും അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ക്രോൾ ചെയ്യാനും മാത്രമേ അറിയുള്ളൂ, ശരിക്ക് സ്വിം ചെയ്യാൻ അറിയില്ല എന്ന് ഒരു എല്ലാം അറിയുന്ന ഒരു ഭാവത്തോട് കൂടിയിട്ട് രഞ്ജിത്ത് പറയാണ്. No, my dear Ranjit, she can swim and swim very well. Don't forget that she lives on the banks of the river Sarayu. She learned swimming even before she could walk, said Radha's aunt, who had come to the drawing room. അപ്പോ രാധയുടെ ഓണ്ട് എന്താ പറയുന്നത്? നോ മൈ ഡിയർ രഞ്ജിത്ത്, രഞ്ജിത്തെ അങ്ങനെയല്ല, അവൾക്ക് നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ലിവ്സ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ സരയു. സരയു റിവറിന്റെ തീരത്താണ് അവള് ജീവിക്കുന്നത് എന്ന് നീ മറക്കരുത്. ഷീ ലേൺ സ്വിമ്മിങ്. അവള് സ്വിം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് അവൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഷീ ലേൺ സ്വിമ്മിങ്. സ്വിമ്മിങ് ചെയ്യാനാണ് അവൾ പഠിച്ചിട്ടുള്ളത് എന്ന് ആരാണ് പറയുന്നത്? രാധാസ് ഓണ്ട്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ദ കോൺവെർസേഷൻ all about? എന്തിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു കോൺവെർസേഷൻ? യെസ്, ഇറ്റ്സ് സ്വിമ്മിങ്. ഇറ്റ്സ് അബൌട്ട് സ്വിമ്മിങ് അല്ലെ. How did Radha's aunt react to Ranjit's remark? രഞ്ജിത്ത് രാധേനെ കളിയാക്കിയപ്പോ എന്താണ് രാധയുടെ aunt പറഞ്ഞത്? Yes, she learned swimming even before she could walk. അവൾക്ക് നടക്കാൻ കഴിയുന്നതിന് മുമ്പ് അവള് നീന്താൻ പഠിച്ചിട്ടുണ്ട് എന്ന് രാധയുടെ aunt പറഞ്ഞു അല്ലെ. When she heard this incision of her niece by her sons. അതായത് അവളുടെ മക്കള് അവളുടെ നീസിനെ, അതായത് രാധേനെ കളിയാക്കുന്നത് കണ്ടപ്പോ, അല്ലെങ്കിൽ അവരൊരു ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ചോദ്യം ചെയ്യാം അല്ലെ, ചോദ്യം ചെയ്യാം അവളുടെ അതായത് ഓണ്ടിന്റെ നീസ് എന്ന് പറയുമ്പോൾ രാധേനെ അവളുടെ മക്കള് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഓണ്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഷി ലേൺസ് സ്വിമ്മിങ് ബിഫോർ ഷി വാക്സ് അല്ലെ, അവള് നടക്കാൻ പഠിക്കുന്നതിന് മുമ്പേ തന്നെ അവള് സ്വിം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. യു ബെറ്റർ ടേക്ക് ഹർ വിത്ത് യു ടു ദ ക്ലബ് ഷി ഓർഡേർഡ്. ഓണ്ട് എന്താണ് ഓർഡർ ചെയ്തത്? യെസ്, യു ബെറ്റർ ടേക്ക് ഹർ വിത്ത് യു ടു ദ ക്ലബ്, ക്ലബിലേക്ക് നീ ഇവളെ കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. The boys did not say anything. It was clear that they did not want to take their cousin from a small town to the club where they are going with their friends. Boys ഒന്നും പറഞ്ഞില്ല. Okay, did not say anything. എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നത്? അവർക്ക് കസിൻ, അതായത് ചെറിയൊരു വില്ലേജ് അല്ലെങ്കിൽ ചെറിയൊരു ടൗണിൽ നിന്നും അവർക്ക് ക്ലബിലോട്ട് കൊണ്ടുപോവാൻ, ഫ്രണ്ട്സിന്റെ ഒപ്പം ക്ലബിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് മടിയായിരുന്നു, അവർ ചെയ്യില്ല. But they did not dare to disobey their mother either. പക്ഷേ അവർക്ക് അവരുടെ മദറിനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അവർക്ക് അനുസരിക്കണമായിരുന്നു. They thought hard to come up with some excuse. Suddenly Aman said, "Okay Radha, pack your swimming costume and come." And he winked at Ranjit. അപ്പോ അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രാധേനെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് അമൻ എന്താ പറഞ്ഞത്? Suddenly Aman said, "Okay Radha, pack your swimming costume and come." പെട്ടെന്ന് തന്നെ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം പാക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, he winked at രഞ്ജിത്ത്. അപ്പൊ എന്താ പറഞ്ഞത്? കം അല്ലെ, രാധ പാക്ക് യുവർ കോസ്റ്റ്യൂം ആൻഡ് കം, വേഗം കോസ്റ്റ്യൂം ഒക്കെ പാക്ക് ചെയ്തിട്ട് വേഗം വരാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? യെസ്, he winked at രഞ്ജിത്ത്. രഞ്ജിത്തിന്റെ നേരെ കണ്ണടച്ചു. എന്തുകൊണ്ടാണ്? because Radha did not have any costume, swimming costume, but I don't have any. Back home, I swim in my salwar kurta, Radha said innocently. Swimming costume, I don't have any swimming costume. Okay, രാധയുടെ അടുത്ത് സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നില്ല. ബാക്ക് ഹോം ഐ സ്വിം ഇൻ മൈ സൽവാർ കുർത്ത, ഞാന് എൻ്റെ സൽവാർ കുർത്ത ഇട്ടിട്ടാണ് ഞാൻ സ്വിം ചെയ്യാറുള്ളത്, രാധ സെഡ് ഇന്നസെന്റ്ലി. ബട്ട് യു കാൺ സ്വിം ഇൻ യുവർ സൽവാർ കുർത്ത ഇൻ ദ ക്ലബ് സ്വിമ്മിംഗ് പൂൾ. പക്ഷേ നിനക്ക് സൽവാർ കുർത്തയൊന്നും ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളില്, ക്ലബിന്റെ സ്വിമ്മിംഗ് പൂളില് നീന്താൻ കഴിയില്ല. അമൻ സെഡ് ആൻഡ് ലുക്ക്ഡ് ട്രിംഫന്റ്ലി അറ്റ് രഞ്ജിത്ത്. രഞ്ജിത്തിനെ നല്ല വിജയത്തോട്, വിജയിച്ചു എന്നുള്ള ഒരു ഇതിലോ, വിജയിച്ചു എന്ന പോലെ രഞ്ജിത്തിനെ നോക്കി. Just then they heard cycle bells ringing outside, indicating that their friends had arrived and they rushed out. Radha watched them going. She saw her aunt running after the boys with the frown. Okay. അപ്പൊ തന്നെ എന്താണ് അവർ കേട്ടത്? യെസ്, they heard cycle bells. സൈക്കിളിന്റെ ബെല്ലിന്റെ സൗണ്ട് കേട്ടു. റിംഗിങ് ഔട്ട്സൈഡ്, പുറത്ത് നിന്ന് സൈക്കിളിന്റെ ബെല്ല് കേട്ടു, ബെല്ലിന്റെ അടി കേട്ടു. അപ്പോൾ ആരായിരിക്കും? യെസ്, they are their friends. Okay, their friends are going to club. അപ്പൊ രാധ എന്ത് ചെയ്തു? അവര് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. She saw her aunt running after the boys with a frown. അവളുടെ aunt എന്താ ചെയ്തത്? അവരുടെ പിന്നാലെ ഓടി. ഓക്കെ, ദേഷ്യത്തിലാണ് ഓടിയത്. ഓക്കെ, oh, don't bother about me, aunt. I'm not keen to go. I would rather watch TV with you, Radha said with a hollow laugher. എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട aunt അല്ലെങ്കിൽ ആന്റി, ഞാൻ പോകുന്നില്ല. I would rather watch TV with you. ഞാൻ നിങ്ങളുടെ കൂടെ TV കണ്ടിട്ട് ഇവിടെ ഇരുന്നോളാം, Radha said with a hollow laugher. രാധ ചിരിച്ചിട്ട് പറഞ്ഞു. A village girl. Radha rested her head on the back of the sofa on which she was sitting and closed her eyes. Radha, when the boys gone out, Radha എന്ത് ചെയ്തു? രാധ rested, അതായത് രാധ സോഫയിൽ ഇരുന്നിട്ട് സോഫയുടെ ബാക്കിലോട്ട് ഇങ്ങനെ ചാരി ഇരുന്നു. and closed her eyes, അവളുടെ കണ്ണിങ്ങനെ അടച്ചു.
She had lied when she told her aunt she was not keen to go. അവള് നുണ പറഞ്ഞതായിരുന്നു, അവൾക്ക് പോവാൻ താല്പര്യമില്ല എന്നുള്ളത് അവളുടെ ഓണ്ടിനോട് നുണ പറഞ്ഞതായിരുന്നു കേട്ടോ. ആക്ച്വലി ഷി വാസ് വെരി കീൻ, അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോവാനായിട്ട്. എന്തുകൊണ്ടാണ്? ഷി ലവ്ഡ് സ്വിമ്മിങ് ആൻഡ് ബാക്ക് ഇൻ ഹെർ സ്മോൾ ഹിൽ ടൗൺ ഇൻ ദ മിഡിൽ ഓഫ് കുമാൻ ഹിൽസ് ഇൻ UP ഷി സ്വാം ഇൻ എ സ്മോൾ റിവർ ഓൾമോസ്റ്റ് എവറി ഡേ. അവൾക്ക് സ്വിമ്മിങ് അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവളുടെ സ്മോൾ ടൗണിൽ, ഹിൽ ടൗണിൽ, എവിടെയായിരുന്നു? UP കേട്ടോ. ഏത് ഹിൽസ് ആണ്? കുമാൻ ഹിൽസ്. അവള് ദിവസവും അവള് സ്വിം ചെയ്യുമായിരുന്നു. Radha was very excited when after her class 8th exams she got her aunt's invitation to spend her summer vacation with her in Delhi. രാധയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവളുടെ സമ്മർ വെക്കേഷന് ഓണ്ടിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ. She had never been out of her small town and eagerly looked forward to her visit to her aunt's place. അവൾ ഇതേവരെ ആ ഒരു ടൗൺ വിട്ടിട്ട് പുറത്തു പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബട്ട് within a week of her arrival, she was thoroughly disenchanted with Delhi and felt lonely. പക്ഷേ എത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാതെ ഒറ്റപ്പെട്ട പോലെ തോന്നി. Not that her cousins Ranjit, a year older, and Aman of her age, were rude to her, but companionship which she looked forward to was missing. അതായത് ഈ ഡൽഹിയിൽ എത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നെങ്കിൽ കൂടിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആകെ വിഷമായി. കാരണം ഷി ഫെൽറ്റ് അലോൺ, അവൾ ഒറ്റപ്പെട്ട പോലെ തോന്നി. അവരുടെ രഞ്ജിത്തും അമാനും അവരുടെ കസിൻസ്, അതായത് അവളുടെ കസിൻസ് വല്ലാതെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അവൾക്ക് വല്ലാതെ വിഷമം തോന്നിയത്, അല്ലെങ്കിൽ ഫെൽറ്റ് ലോൺലി. ഹർ സിറ്റി കസിൻസ് ആൻഡ് ഷീ with her small background were poles apart. അതായത് സിറ്റിയിലുള്ള കസിൻസും അവളുടെ കസിൻസും വല്ലാതെ ഒരുപാട് അകന്നിട്ടുണ്ടായിരുന്നു. poles apart. She had nothing in common with them. They and their friends talked about computers and video games, listened to pop music, and watched Western films, and she did not understand any of these things. എന്തുകൊണ്ടാണ് ഈ കസിൻസും അവളും തമ്മിൽ വല്ലാതെ പോൾസ് അപ്പാർട്ട് എന്ന് പറയാൻ കാരണം? അവർക്ക് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചിട്ടും വീഡിയോ ഗെയിംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പോപ്പ് മ്യൂസിക്കും വെസ്റ്റേൺ ഫിലിംസ് ഒക്കെയാണ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ വില്ലേജ് ഗേൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ടൗൺ ഗേൾ ആയിട്ടുള്ള നമ്മുടെ രാധയ്ക്ക് അതൊന്നും മനസ്സിലായിരുന്നില്ല. She felt lost among them and thus kept mostly to herself. But when she heard that her cousins were going for swimming, she thought she would also go with them as she knew swimming well. പക്ഷേ അവള് അവരൊക്കെ സ്വിമ്മിങ്ങിന് പോവാന്ന് പറഞ്ഞപ്പോ ഇവൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ, അവൾക്ക് ആകെ കൂടി അറിയുന്നത് സ്വിമ്മിങ് ആണ്. ഷി ന്യൂ സ്വിമ്മിങ് വെൽ. ബട്ട് അലാസ്, ഹിയർ ഓൾസോ ഹർ കസിൻസ് ഡിസപ്പോയിന്റഡ് ഹർ. ടിയേഴ്സ് റാൻ ഹർ ചീക്സ്. അപ്പോ ഇവിടെയും അവളുടെ കസിൻസ് അവളെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടം വന്നു. ടിയേഴ്സ് റാൻ ഡൗൺ ഹെർ ചീക്സ്. അവളുടെ ചീക്സിലൂടെ, കവളിലൂടെ ഇങ്ങനെ ടിയേഴ്സ് ഒഴുകാൻ തുടങ്ങി. സോ ദ പിക്നിക് അടുത്ത ടോപ്പിക് ആണ് കേട്ടോ. We are going for a picnic on the banks of the river Yamuna this Saturday, announced Radha's uncle in the evening when he returned from office. അപ്പോൾ രാധയുടെ അങ്കിള് എന്താണ് അനൗൺസ് ചെയ്തത്? യെസ്, വി ആർ ഗോയിങ് ഫോർ എ പിക്നിക്. നമുക്കൊരു പിക്നിക്കിന് പോകാമെന്ന് രാധയുടെ അങ്കിള് പറഞ്ഞു. ഹുറേ, ഷൗട്ടഡ് രഞ്ജിത്ത് ആൻഡ് അമാൻ. വിൽ കോൾ ഗൗരവ്, നേഹ ആൻഡ് സമീർ ടു ഓൾസോ. അപ്പോൾ രഞ്ജിത്തും അമാനൊക്കെ വല്ലാതെ ഷൗട്ട് ചെയ്തു. എന്താണ്? ഞങ്ങൾ ഗൗരവനെയും നേഹനെയും സമീറിനെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. We will swim and go for boating. Oh, what fun we'll have. The boys were excited. Radha too was excited and looked forward for the day of picnic. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. On Saturday, they started early in the morning and by noon they were at the beautiful secluded spots on the banks of the Yamuna. അപ്പോൾ സാറ്റർഡേ അവർ നേരത്തെ തന്നെ ഇറങ്ങി. ഓക്കെ, നൂണായപ്പോൾ തന്നെ അവർ ആ ഒരു
യമുനയുടെ ബാങ്കിലെത്തി, തീരത്തെത്തി കേട്ടോ. ദിസ് place was at the foothills of the Shivalik and the blue water of the river was crystal clear. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശിവാലിക് എന്ന ഹില്ലിന്റെ ആ ഭാഗത്താണ് കേട്ടോ. ആ ഒരു റിവറിലത്തെ വെള്ളം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെ തിളങ്ങുന്ന, അല്ലെങ്കിൽ നല്ല ഗ്ലാസ് പോലെ ക്ലിയർ ആണ് എന്ന് പറയുന്നത്. ദി വെദർ വാസ് പ്ലസന്റ് ആൻഡ് കൂൾ ബ്രീസ് വാസ് ബ്ലോയിങ്. ആ ഒരു വെദർ, ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റ്, ഇങ്ങനെ ചെറിയൊരു ഇളന്തന്നൽ വീശുന്നുണ്ടായിരുന്നു. After lunch, the grown-ups got busy with their card game and the children went out to explore the surrounding woods. ലഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ വലിയവരെല്ലാവരും കൂടിയിട്ട് കാർഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചിൽഡ്രൻ എന്ത് ചെയ്തു? they explored the surrounding woods. അവിടെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി അവർ പോയി. Radha went with them and for a while, but soon felt out of place and separated from them. രാധയും അവരുടെ കൂടെ കൂടിയെങ്കിലും അവൾക്ക് അവര് തന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നി. She came back, took her books and settled down on a big rock near the water edge and started reading. അവള് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബുക്കൊക്കെ എടുത്ത് ഒരു ബിഗ് റോക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് വായിക്കാൻ തുടങ്ങി. Soon she heard some voice and looked up. She saw Ranjit, Aman and their friends Samir, Gaurav and Neha coming in her direction. പെട്ടെന്ന് തന്നെ അവര് സൗണ്ട് കേട്ടിട്ട് നോക്കി. She looked up. നോക്കിയപ്പോൾ എന്ത് കണ്ടു? She saw രഞ്ജിത്തിനെയും അമാനെയും അതുപോലെ തന്നെ സമീർ, ഗൗരവ്, നേഹ ഇവരൊക്കെ തന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നി. Hey, let's go into the water. It's cool and inviting, suggested രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞു, നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ, ഭയങ്കര തണുപ്പാണതിന്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. Oh good, what a fun, അമൻ shouted. അമൻ എന്ത് പറഞ്ഞു? Yes, നമുക്ക് ഇറങ്ങാം, നല്ല രസമായിരിക്കും. They wore their swimming costumes. Soon all of them were in the water, shouting and laughing and enjoying themselves. Radha watched them wistfully. രാധ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. A little beyond were Ranjit, Aman and her friends. Their friends were playing in the water. The current was very swift. Radha saw Aman very near to it. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജിത്തും അമാനൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആ ഒരു തിരയല്ല, കറന്റ് അല്ലെങ്കിൽ ഒഴുക്ക് വളരെ കൂടുതലായിരുന്നു. രാധ അമാൻ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുന്നത് കണ്ടു. Aman, don't go beyond that big boulder. The current is very fast there, she warned. അമനോട് എന്താ പറഞ്ഞത്? ആ ബോൾഡറിന്റെ അടുത്തേക്ക് പോവരുത്. ബോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ റോക്ക് കേട്ടോ. ആ ബോൾഡറിന്റെ അടുത്തേക്ക് പോകരുത്, അവിടെ നന്നായിട്ട് ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞു. Don't bother, Radha. We all know swimming and I can take care of ourselves, Aman replied carelessly. Radha felt sad and went back to her book. അപ്പോൾ എന്താണ് രാധയോട് പറഞ്ഞത്? നീ അത് നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാമെന്ന് അമാൻ രാധയോട് പറഞ്ഞു. The danger. Aman, come back, you fool! Radha heard the shouts. She quickly looked up and found Aman caught in the current and being carried away rapidly towards the middle of the river. അപ്പോൾ അമാൻ എന്ന് വിളി കേട്ടിട്ട് പെട്ടെന്ന് രാധ നോക്കിയപ്പോൾ അമാൻ ആ ഒരു കറണ്ടിൽ, ആ ഒരു ഒഴുക്കിൽ പെട്ടിട്ടുണ്ട്. അവിടെ അങ്ങനെ റിവറിന്റെ നടുവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, all the others were shouting but no one dared to jump into the current. എല്ലാവരും ഇങ്ങനെ ഉറക്ക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ആ ഒരു ഒഴുക്കിലേക്ക് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. രാധ quickly took off her shoes and jumped into the water. രാധ പെട്ടെന്ന് തന്നെ അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് മാറ്റി അവൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. When she surfaced, she saw Aman trying hard to swim against the current. But the current was too swift for him and he was finding it difficult to swim against it. അവൾ അവിടെ എത്തിയപ്പോൾ അമാന് ആ ഒരു ഒഴുക്കിനെതിരെ ഇങ്ങനെ നീന്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്രയും ആ ഒരു ഒഴുക്ക് കൂടുതലായത് കൊണ്ട് അവൻക്ക് ആ ഒരു ഒഴുക്കിനെതിരായിട്ട് നീന്താൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്.
Radha did not find swimming against the current difficult, and she was used to swimming in the swift stream in the hills. പക്ഷെ രാധയ്ക്ക് ആ ഒരു ഒഴുക്കിനെതിരായിട്ട് നീന്താൻ ഒരു പണി ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് വെരി ഈസി. കാരണം എന്താണ്? ഷീ യൂസ് ടു സ്വിം ഇൻ ദ ഹിൽ. അവളുടെ ഹില്ലിൽ അവള് ഇതേപോലെ നീന്താറുണ്ട്. Soon Radha caught up with Aman. He was shocked and thoroughly exhausted. രാധയ്ക്ക് പിടികിട്ടി. ഓക്കെ, അമ്മാനെ പിടുത്തം കിട്ടി. അവള് ആ ഒരു അവന് ആകെ ഷോക്കായി പോയി. അതുപോലെ തന്നെ മൊത്തം അവന്റെ എനർജി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഷോക്കിലായിരുന്നു. രക്ഷപ്പെടും എന്ന് അവൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, Don't panic, Aman. I'm here to help you, Radha said soothingly. Just hold my waist with the one hand and try to paddle slowly with your feet. I will carry you with me. Aman did exactly what he was told. Radha started swimming back slowly. Now, with Aman's weight, it was tough for her to swim against the current. She used all her strength and inched back towards the river bank. അമ്മാനോട് എന്ത് പറഞ്ഞു? ഡോണ്ട് പാനിക്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ വേസ്റ്റ് ഒന്ന് പിടിക്കാം നിന്റെ ഒരു കൈ കൊണ്ട്, എന്നിട്ട് പതുക്കെ എങ്ങനെ തുഴയാൻ പറഞ്ഞു. ഞാൻ നിന്നെ എൻ്റെ കൂടെ ക്യാരി ചെയ്യാം. She used all her strength and inched back towards the river bank. അതായത് അമ്മന്റെ വെയിറ്റ് കൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു തിരക്കെതിരായിട്ട് നീന്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവളുടെ സ്ട്രെങ്ത് മുഴുവൻ എടുത്തുകൊണ്ട് റിവർ ബാങ്കിലേക്ക് എത്താൻ ഇങ്ങനെ ബാക്ക് ടുവേർഡ്സ് ദ റിവർ ബാങ്കിലോട്ട് തിരിച്ചു തുഴയാൻ തുടങ്ങി. By the time she reached there, a big crowd had gathered. അവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു വലിയ ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. Half a dozen hands caught hold of her. Someone said, "Let go of Aman, we are here." അപ്പൊ എന്താണ് ആ സമയം? അവിടെ ആ ബാങ്കിലെത്തിയപ്പോഴേക്കും, അതായത് കരയിലെത്തിയപ്പോഴേക്കും ഒരു വലിയ ക്രൗഡ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളെ ഒരു ഹാഫ് എ ഡസൻ, അതായത് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 അല്ലെ, ഹാഫ് എ ഡസൻ എന്ന് പറഞ്ഞാൽ 6 കൈകൾ കൊണ്ട് അവളെ എടുക്കാൻ തുടങ്ങി. ഓക്കെ, പിടിക്കാൻ തുടങ്ങി. Someone said, "Let's go off Aman, we are here." നമ്മൾ ഇവിടെ എത്തി, നമുക്കിനി പോകാമെന്ന് പറഞ്ഞു. Then someone scooped her out of water and laid her slowly on the sand. അതായത് laid her down slowly on the sand. Someone scooped her out of water. ആരോ അവളെ എടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊക്കി, എന്നിട്ട് പതുക്കെ സാൻഡിന്റെ അവിടെ കൊണ്ടേ കിടത്തി. She was panting and her throat was dry. അവളിങ്ങനെ കിതയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവളുടെ ത്രോട്ടൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു. She shivered uncontrollably. Someone brought a blanket and wrapped it around her. She closed her eyes. ആരോ ഒരാള് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവളെ അങ്ങനെ റാപ്പ് ചെയ്തു. കാരണം എന്താ? ഷി ഷിവേർഡ് അൺകൺട്രോളബിളി, അതായത് വെള്ളത്തിൽ കിടന്നിട്ട് അവൾ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷി ക്ലോസ്ഡ് ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ അടച്ചു. Drink this. She heard her aunt's voice and opened her eyes. Her aunt was holding a hot mug of steaming coffee. This will give you strength. പെട്ടെന്ന് തന്നെ അവളുടെ ഓണ്ടിന്റെ സൗണ്ട് കേട്ടു. എന്താണ്? ഡ്രിങ്ക് ദിസ്, ഇത് കുടിക്കൂ എന്നുള്ള ഒരു വോയിസ് കേട്ടു. ആൻഡ് ഓപ്പൺ ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ തുറന്നു. അവളുടെ ഓണ്ട് എന്താണ്? ഒരു നല്ല ചൂടുള്ള കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദിസ് വിൽ ഗിവ് യു സ്ട്രെങ്ത്, ഇത് കുടിച്ചാൽ നിനക്ക് നല്ല എനർജി കിട്ടും എന്ന് പറഞ്ഞു. Radha drank 2 mugs of coffee and felt quite relieved. Hey champ, you are great. She looked up and saw Ranjit looking at her sheepishly. Okay. What a swimmer you are. You swim like a fish. രാധ 2 കപ്പ് കോഫി കുടിച്ചു. അത് കുടിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത റിലീഫ് തോന്നി. ഓക്കെ, അവള് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറിയ പോലെ തോന്നി. ഹേ ചാം, നീ ആള് കൊള്ളാലോ എന്ന് പറയില്ലേ? യു ആർ ഗ്രേറ്റ്, നീ നന്നായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്, നീ ഫിഷ് സ്വിം ചെയ്യുന്ന പോലെയാണ്, അത്രയും നന്നായിട്ടാണ് സ്വിം ചെയ്യുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ഇവളിനെ കളിയാക്കിയിട്ടുള്ള രഞ്ജിത്ത്. ഓക്കെ. But I don't know any style, Radha replied with a tinge of bitterness.
ഒന്ന് അങ്ങനെ ആക്കിയ പോലെ പറയില്ലേ, എനിക്ക് സ്റ്റൈലിലൊന്നും നീന്താൻ അറിയില്ല എന്ന് രാധ റിപ്ലൈ ചെയ്തു. Oh, please forgive us, Radha. We eat our words, but I will love to learn your style. You are very on style, Radha. ഞാൻ പറഞ്ഞ വാക്കൊക്കെ ഞാൻ തിരിച്ചെടുത്തു. ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നിന്റെ സ്റ്റൈല് പഠിക്കണം, എനിക്കിഷ്ടമായി, നിന്റെ മാത്രം രാധയുടെ മാത്രം സ്റ്റൈല് എനിക്കിഷ്ടമായി എന്ന് രഞ്ജിത്ത് പറയാണ് കേട്ടോ. രഞ്ജിത്ത് എന്ത് ചെയ്തു? രഞ്ജിത്ത് ആൻഡ് ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ് ടു ഹെർ. എന്നിട്ട് അവളുടെ കൈ അവനിങ്ങനെ പിടിച്ചു. രാധാസ് ഫേസ് ഗ്ലോഡ് വിത്ത് ഹാപ്പിനെസ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഇത് കേട്ടപ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോറി. Girija Rani Asthana, an Indian short story writer, has been writing for children for the past 25 years in English and Hindi. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ഒരു റൈറ്റർ ആണ് കേട്ടോ ഗിരിജ റാണി അസ്താന. She writes both fiction and non-fiction for children of all age groups. ഫിക്ഷനും എഴുതും, അതുപോലെ തന്നെ നോൺ ഫിക്ഷനും എഴുതും. She has written about 20 books and 100 short stories for children. She has won various awards for her picture books and short stories. അപ്പോൾ ഇത് എഴുതിയത് ആരാണ്? ഗിരിജ റാണി അസ്താന. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ ഒന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.